ആദ്യത്തെ പൈലറ്റ് എടുക്കാൻ ഒരു 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിൽ ചിലവാകും. ചെയ്യാൻ ചേട്ടാ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നു, ഓക്കെ. ഞാൻ മീരയുമായിട്ട് സംസാരിച്ചു. മീരയ്ക്ക് എന്താ ഞാൻ ഈ കഥയ്ക്ക് തരേണ്ട പൈസ എന്നിട്ട്. അപ്പോൾ മീര പറഞ്ഞു, ദിനേശേ നീ അല്ലല്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എനിക്ക് ഒരു എപ്പിസോഡിന് കഥയ്ക്ക് ഇത്ര പൈസ എന്ന് പറഞ്ഞു ഒരു തുക പറഞ്ഞു. അങ്ങനെ തരണം. ആദ്യത്തെ 100 എപ്പിസോഡിൻ്റെ പൈസ ഒന്നിച്ച് തരണം. ഞാൻ പറഞ്ഞു, അപ്പോൾ 50 എപ്പിസോഡ് നിർത്തിയാലോ? 50 എപ്പിസോഡ് നിർത്തിയാൽ നിൻ്റെ വിധി, എനിക്ക് 100 എപ്പിസോഡിൻ്റെ പൈസ തരണം. ഞാൻ അപ്പോൾ തന്നെ പൗലോസിനെ വിളിച്ച് പറയുന്നു. പൗലോസ് അവിടുന്ന് ആ പിറ്റേ ദിവസം തന്നെ മീരയുടെ അക്കൗണ്ടിലേക്ക് 100 എപ്പിസോഡിന് അവർ പറഞ്ഞ പ്രതിഫലം അയച്ചു കൊടുത്തു. അപ്പോൾ പൗലോസായി സബ്ജക്റ്റ്. ഞങ്ങൾ ചർച്ചയോട് ചർച്ച ചെയ്ത് ഞാൻ കണ്ടെത്തിയെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ആദ്യമായിട്ട് തിരക്കഥ എഴുതാനുള്ള അവസരം കൊടുത്ത ഗണേശൻ ഓലിക്കര തന്നെയാണ് ഇതിൻ്റെ ഈ സ്ക്രിപ്റ്റ്. ഗണേശനുമായിട്ടിരുന്ന് ഡിസ്കസ് ചെയ്ത് ഗണേശൻ സ്ക്രിപ്റ്റ് എഴുതി, ഒരു 5 എപ്പിസോഡിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി. സിനിമയിലെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായ ഇപ്പോൾ ദിലീപിൻ്റെ സിനിമകളെല്ലാം ചെയ്യുന്ന ബിജുമേനൻ്റെ സിനിമകളുടെ ആളിനാളെന്ന് പറയാവുന്ന റോഷൻ ചിറ്റൂരാണ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്. ഞാൻ റോഷനെ വിളിച്ചു വരുത്തി, റോഷനുമായിട്ടൊക്കെ സംസാരിച്ചു. പൂച്ചൽ ഖാദറിനെ കൊണ്ട് ടൈറ്റിൽ സോങ് ചെയ്യിച്ചു, എഴുതി. ദർശൻ രാമൻ സംഗീതം കൊടുത്തു. അങ്ങനെ കാര്യങ്ങളെല്ലാം ഭംഗിയാക്കി. പൈലറ്റ് എപ്പിസോഡ് മാത്രം പ്രതാപൻ വർക്ക് ചെയ്യട്ടെ എന്ന് തീരുമാനിച്ചു. എൻ്റെ ബാക്കി വർക്ക് ചെയ്യുന്നത് സൂര്യ കണ്ണനായിരിക്കും എന്ന് തീരുമാനിച്ചു. ഇങ്ങനെ കാര്യങ്ങളെല്ലാം പുരോഗമിച്ച് പൗലോസ് തിരുവനന്തപുരത്ത് വന്ന് ഇതുപോലെ ഹൈലാൻഡിൽ താമസിച്ച് ഞങ്ങളുടെ ചർച്ചകളും കാര്യങ്ങളും സ്ക്രിപ്റ്റ് എഴുത്തും എല്ലാം നടക്കുകയാണ്. എല്ലാം നടന്ന് അപ്പോൾ ഇതിനൊരു ടൈറ്റിൽ സോങ് ചെയ്യുന്നെങ്കിൽ കേരളത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത എവിടെയെങ്കിലും ചെയ്താലോ എന്ന് ആലോചിക്കുമ്പോൾ സൂര്യ കണ്ണൻ പറയുന്നു അദ്ദേഹത്തിൻ്റെ അനുജൻ ആൻഡമാൻ നിക്കോബാറിലാണ് ജോലി ചെയ്യുന്നത്. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ആൻഡമാൻ നിക്കോബാർ ഇപ്പോൾ ഈ പാട്ട് ഷൂട്ട് ചെയ്യാം, എല്ലാ സൗകര്യവും അനിയൻ ചെയ്തു തരും, താമസ സൗകര്യം അടക്കം ഫ്രീ ആയിട്ട്. ഞാൻ പൗലോസായിട്ട് സംസാരിച്ചാൽ പൗലോസിന് സമ്മതം, ഓ നമുക്ക് പോകാൻ ചേട്ടാ. അങ്ങനെ ആൻഡമാൻ നിക്കോബാറിൽ പോയിട്ടാണ് പാട്ട് ഷൂട്ട് ചെയ്തത്. നായികയായിട്ട് ലെനയായിരുന്നു. 2 നായകന്മാരുള്ളത് ഞാൻ പറഞ്ഞ ആ സമ്പന്ന കുടുംബത്തിൽ പിറന്ന ചെറുപ്പക്കാരനായിട്ട് രാജീവും, അമ്മയുടെ ഏക മകനായി എല്ലാ കൊള്ളരുതായ്മകളും ചെയ്ത് മരണത്തിലേക്ക് അടുക്കുന്ന ചെറുപ്പക്കാരനായിട്ട് ഫാസലിൻ്റെ അനിയത്തി പ്രാവിലേക്ക് അഭിനയിച്ച ഷാജിനുമായിരുന്നു നായകൻ. ഈ 2 നായകന്മാരെയും നായികയും കൊണ്ട് ആൻഡമാൻ നിക്കോബാറിൽ പോയി ഞങ്ങൾ. നല്ല ഓർമ്മകളാണ് ആ യാത്ര. കാരണം ഡാൻസ് മാസ്റ്ററൊന്നുമില്ല, അതൊക്കെ നമ്മൾ തന്നെ തീരുമാനിക്കണം. നടന്നും ഇരുന്നും കിടന്നുമൊക്കെ അത് ഷൂട്ട് ചെയ്തു. ഈ മറ്റേ എന്തോ ഇത് വന്നല്ലോ ഇതിനിടയ്ക്ക്, ഒരു ചുഴലിക്കാറ്റ് വന്നല്ലോ, അതൊക്കെ വന്ന് ആൻഡമാനിലെ വെള്ളമെല്ലാം നീല വെള്ളമെല്ലാം ചായയെ പോലെ നിറമായി കിടക്കുന്ന കാലത്താണ് ചെന്നത്. എന്നാലും ആൻഡമാൻ്റെതായ ഒരു ഭംഗിയുണ്ട്. ഫ്രെയിം എവിടെ വെച്ചാലും സൗന്ദര്യമുള്ള ഫ്രെയിമായിരുന്നു. അപ്പോൾ ആൻഡമാൻ നിക്കോബാറിൽ പോകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ കരുതിയല്ല. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഒരു ഭാഗ്യം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഭാര്യയും മകനെയും കൂടെ കൊണ്ടുപോയി. അപ്പോൾ ക്യാമറമാൻ കണ്ണനും അയാളുടെ ഭാര്യയും മകനെയും കൊണ്ടുപോയി. ഞങ്ങളങ്ങനെ ഒരു ടൂർ പോകുന്ന പോലെ ഞങ്ങൾ പ്രധാനപ്പെട്ടവരെല്ലാം ഫ്ലൈറ്റിൽ, മദ്രാസിൽ നിന്ന് ഫ്ലൈറ്റിൽ പോയി. ബാക്കി ടെക്നീഷ്യന്മാരെല്ലാം ക്രൂ ആയിട്ട് കപ്പലിൽ വന്നു. അവിടെ പോയി ഷൂട്ട് ചെയ്തിട്ടൊക്കെ വന്നു. പൈലറ്റ് ഷൂട്ട് ചെയ്തു. അപ്പോൾ പൈലറ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു, ഇതിൽ കൊലയും നടത്താൻ പ്രാപ്തനായ ഒരാളെ ഫ്രെയിമിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ മധുസാറിനെ കാണിക്കും പോലെ ഗുരുവായൂർ കേശവൻ നിൽക്കുന്നത് പോലെ ഒരാൾ വേണം ആ അച്ഛൻ്റെ വേഷം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ പലരുടെയും ആലോചനകൾ വരുന്നതിനിടയിലാണ് ഞാൻ മാണി സി കാപ്പൻ്റെ പേര് പറഞ്ഞു. മാണി സി കാപ്പനെ വിളിച്ച് സംസാരിച്ചു. പറഞ്ഞു, മിസ്റ്റർ റോഷൻ ആ സംവിധായകനോട് എന്നെ വിളിക്കാൻ പറയും. ഞാൻ വിളിച്ചു. വളരെ സൗമ്യമായി എന്നോട് അദ്ദേഹം പെരുമാറി. പ്രതിഫലക്കാര്യമെല്ലാം റോഷൻ പറയുമെന്ന് പറഞ്ഞു. ഒരു സാധാരണക്കാർക്ക് കൊടുക്കുന്നതിലും താഴുന്ന ഒരു പ്രതിഫലമാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന് ആ പ്രതിഫലമൊന്നും ഒരു പ്രശ്നമല്ല, ചെയ്യാം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് പൊന്നമ്മ ബാബുവിനെ വെച്ചു. അപ്പോൾ അദ്ദേഹം നല്ല സമൃദ്ധമായ കഷണ്ടിയുള്ള, നല്ല ഐശ്വര്യമുള്ള കഷണ്ടിയുള്ള ആളാണല്ലോ മാണി സി കാപ്പൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മകനായിട്ട്, മൂത്ത മകനായിട്ട് കഷണ്ടിക്കാരനായ ദിനേശ് പണിക്കരെ വെച്ചു. 2ാമത്തെ മകനായിട്ട് കോട്ടയത്തുകാരൻ കോട്ടയം പ്രദീപ് എന്ന് പറഞ്ഞാൽ ആ കോമഡിയൊക്കെ ചെയ്ത ആളല്ല, മുമ്പൊരു അവിടെ ഒരു നാടകം നടക്കുന്നുണ്ട് കോട്ടയം പ്രദീപ്, അദ്ദേഹത്തെ വെച്ചു. അദ്ദേഹം കഷണ്ടിക്കാരനാണ്. 3ാമത്തെ മകനായി രാജേഷ് ഹബ്ബാർ എന്ന് പറഞ്ഞ കഷണ്ടിക്കാരനെ വെച്ചു. അപ്പോൾ ഈ 3 കഷണ്ടിക്കാരും മാണി സി കാപ്പനോട് നിന്നാൽ അച്ഛനും മക്കളും തന്നെ തോന്നും. 4ാമൻ ഒരു പെൺകുട്ടിയാണ്, അത് കഴിഞ്ഞാലുള്ളതാണ് ഈ അവസാനത്തെ നായകൻ. അവന് മാത്രമേ തലമുടിയുള്ളൂ. അങ്ങനെ ഫിക്സ് ചെയ്തു. പിന്നെ നായികയായിട്ട് ലെനയെ വെച്ചു. ലെനയുടെ അച്ഛനായിട്ട് യതികുമാറിനെ വെച്ചു. ഗിരിജാ പ്രേമനെ അമ്മയായിട്ട് വെച്ചു. പിന്നെ അങ്ങനെ ഒരു ടീം അപ്പുറത്ത്. കൊച്ചു പ്രേമൻ ഒരു കഥാപാത്രം ചെയ്തു. പിന്നെ ആരൊക്കെ, കലാരഞ്ജിനി, മീനാക്ഷി, ഗായത്രി, കാർത്തിക, അങ്ങനെ കുറേ പേര്, കുറേ അഭിനേതാക്കളുള്ള സിനിമയായിരുന്നു, സീരിയലായിരുന്നു. ഒരു സിനിമ പോലെയാണ് ഷൂട്ട് ചെയ്തതെന്ന് പറയാം. അങ്ങനെ അതിൻ്റെ 5 എപ്പിസോഡ് എടുത്തു. 5 എപ്പിസോഡ് എടുത്ത് ഞാൻ സൂര്യ ടി വിക്ക് അയച്ചു കൊടുത്തു, ക്ലവൻ സാർ.
ഏഷ്യാനെറ്റിൽ കൊടുത്തു, എനിക്ക് തോന്നുന്നു അമൃതയിലും കൊടുത്തു തോന്നുന്നു. അങ്ങനെ രണ്ടോ മൂന്നോ ചാനലിൽ കൊടുത്തു പൈലറ്റ്. ഒരു ദിവസം ഞാൻ എവിടെയോ വെച്ച് നമ്മുടെ പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ പഴയ കൺട്രോളറും ഒക്കെ ആയിരുന്നു രഞ്ജിത്തിനെ കാണുന്നു. ഞാൻ രഞ്ജിത്തിനോട് പറഞ്ഞു, അന്ന് രഞ്ജിത്ത് സൂര്യ ടി വിക്ക് വേണ്ടി സിനിമ വാങ്ങിക്കൊടുക്കുന്ന ആളായിരുന്നു, നമ്മുടെ ചിപ്പിയുടെ ഭർത്താവ്. ഞാൻ രഞ്ജിത്തിനോട് പറഞ്ഞു, രഞ്ജിത്തെ ഞാനിങ്ങനെ ഒരു പൈലറ്റ് ക്ലെമൻ സാറിന് അയച്ചു കൊടുത്തിട്ടുണ്ട്, ഇനി ക്ലെമൻ സാറിനെ കാണുമ്പോൾ ഒന്ന് സംസാരിക്കണേ എന്ന്. ഞാൻ സംസാരിക്കാം, അതിനെന്താ ദിനേശ്, ഞാൻ സംസാരിക്കാം. അങ്ങനെ ഞാൻ ഒരു മാസം 1.5 മാസം അപ്പോൾ അഭിനയിക്കാൻ വന്നവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു 3 മാസം കഴിഞ്ഞ് എൻ്റെ ബാക്കി ഷൂട്ടിംഗ് നടക്കുകയുള്ളൂ. പൈലറ്റ് എടുക്കുന്നു എന്ന് വിചാരിച്ചിട്ട് അടുത്ത ആഴ്ച മുതൽ ഷൂട്ടിംഗ് ആണെന്ന് വിചാരിക്കരുതെന്ന് തുറന്ന് എല്ലാവരോടും പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു ബുധനാഴ്ച എന്നെ രഞ്ജിത്ത് വിളിക്കുന്നു, ദിനേശ് എവിടെയുണ്ട്? ഞാൻ പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്തുണ്ട്, ഞാനിപ്പോൾ മദ്രാസിലാണ്, ഞാൻ ക്ലെമൻ സാറിൻ്റെ മുമ്പേ ഇരിക്കുകയാണ് ദിനേശേ. ഞാനും ക്ലെമൻ സാറും കൂടെ നിങ്ങളുടെ 5 എപ്പിസോഡ് കണ്ടു. അപ്പോൾ ലെനയും ആ ഒരു സബ്ജക്റ്റിൻ്റെ രീതിയും സിനിമയിലുള്ള ലെന അടക്കമുള്ള നടിമാരും പിന്നെ ഈ അച്ഛനും മക്കളും ഒക്കെ കണ്ടപ്പോൾ ഒരു രസം തോന്നി. ക്ലെമൻ സാറിന് ഈ സീരിയൽ സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യാൻ സമ്മതമാണ്. എങ്ങനെ ദിനേശേ? ഞാൻ പറഞ്ഞു, എന്തുവാണോ പറഞ്ഞോളൂ. അല്ല, നാളെ ഒന്ന് മദ്രാസിലെത്താമോ? ഞാൻ പറഞ്ഞു, എത്താം. എങ്ങനെ എത്തും? അത് നിങ്ങൾ അറിയണ്ട, ഞാൻ എത്തിക്കൊള്ളാം. ശരി, നമ്മൾ നാളെ രാവിലെ കാണുന്നു, ഞാൻ സൂര്യയിലുണ്ടാവും, സൺ ടി വിയിലുണ്ടാവും. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ. ഞാൻ നേരെ മാനന്തവാടിക്ക് വിളിച്ചു, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, നമുക്ക് പെട്ടെന്ന് നാളെ മദ്രാസിലെത്തണം, ഞാൻ മാത്രം പോട്ടെ. ദിനേശ് ചേട്ടാ, ഞാനും കൂടെ വരാം ചേട്ടാ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ മാനന്തവാടിയിൽ നിന്ന് എങ്ങനെ ഇവിടെ എത്തും? അത് ഞാൻ എത്തും ചേട്ടാ, ചേട്ടനൊരു കാര്യം ചെയ്തോളൂ, നമുക്ക് പോകാനായിട്ട് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തോളൂ. ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു 2 പേർക്ക്. രാവിലെ എങ്ങനെയൊക്കെയോ നേരം വെളുത്തപ്പോൾ പൗലോസ് ഇവിടെ എത്തി. ഞാനും പൗലോസും കൂടെ പറന്നു മദ്രാസിൽ ചെന്നു, നേരെ സൺ ടി വി ചെന്നു. അവിടെ രഞ്ജിത്തുണ്ടായിരുന്നു. രഞ്ജിത്ത് വിളിച്ച് ക്ലെമൻ സാറിൻ്റെ അടുത്ത് കൊണ്ടി പരിചയപ്പെടുത്തി, ഒരുപാട് നേരം സംസാരിച്ചു, പൈലറ്റ് കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. പൗലോസ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു. സീരിയൽ തുടങ്ങിയാൽ നിങ്ങൾ മുടക്കില്ലല്ലോ? ഇല്ല, ഒരു കാരണവശാലും മുടക്കില്ല എന്ന് ഞാൻ ഉറപ്പ് കൊടുത്തു. ഞാൻ ഇല്ല, എന്ത് വന്നാലും ഞാനത് മുമ്പോട്ട് കൊണ്ടുപോകാം പറഞ്ഞു. അങ്ങനെ എഗ്രിമെൻറ്റ് വെച്ചു. ആലോചിച്ച് നോക്കിയേ, എഗ്രിമെൻറ്റ് വെക്കുമ്പോൾ എൻ്റെ ക്ലെമൻ സാർ ചോദിക്കുകയാണ്, മിസ്റ്റർ ദിനേശ്, ഇന്ന് ബുധനാഴ്ച, തിങ്കളാഴ്ച മുതൽ സംപ്രേഷണം തുടങ്ങാൻ പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് അറ്റാക്ക് വന്നില്ലെന്നേ ഉള്ളൂ, കാരണം ആകെ 5 എപ്പിസോഡേ ഉള്ളൂ. തിങ്കൾ മുതൽ വെള്ളി വരെ പോകാനുള്ള എപ്പിസോഡേ ഉള്ളൂ. ബുധനാഴ്ച കഴിഞ്ഞ് വ്യാഴം, വെള്ളി, ശനി, ഞായർ 4 ദിവസത്തെ ഗ്യാപ്പിട്ട് തുടങ്ങാമെന്നാണ് ചോദിക്കുന്നത്. ഞാനൊന്ന് ആലോചിച്ചപ്പോൾ ക്ലെമൻ സാർ പറഞ്ഞു, അല്ല ദിനേശ്, ഇതെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തുറന്ന് പറയണം, കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വേറൊരു സീരിയലിന് കൊടുക്കും, പിന്നെ ഒരു സീരിയൽ ഒഴിയുമ്പോഴേ ഇത് കാണിക്കാൻ പറ്റും. നേരെ മറിച്ച് നിങ്ങൾ തിങ്കളാഴ്ച സംപ്രേഷണം തുടങ്ങുകയാണെങ്കിൽ ഈ സീരിയൽ കയറും, നിങ്ങൾ ആലോചിച്ച് പറയും. ഞാൻ ആലോചിക്കാനൊന്നുമില്ല സർ, ചെയ്യാം. പൗലോസിനോട് ഞാൻ ചോദിച്ചു, ചെയ്യാമല്ലോ? അത് ചെയ്യാം, അവിടെ ഒരു പ്രശ്നമില്ല, ചെയ്യാം. അങ്ങനെ എഗ്രിമെൻറ്റ് വെച്ചു. എഗ്രിമെൻറ്റ് വെച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും തിങ്കൾ മുതൽ വെള്ളി വരെ കാണിക്കുന്ന 5 എപ്പിസോഡിൻ്റെ പൈസ അഡ്വാൻസ് ആയിട്ട് തന്നു. ശരിക്കും പറഞ്ഞാൽ പൗലോസ് ഞെട്ടി, കാരണം സംപ്രേഷണം തുടങ്ങുന്നതിന് മുമ്പ് അഡ്വാൻസ് കിട്ടി ലക്ഷങ്ങൾ. അത് വാങ്ങിച്ചു. വളരെ സന്തോഷമായി രഞ്ജിത്തിനും ക്ലെമൻ സാറിനും കൈ കൊടുത്ത് പിരിഞ്ഞു. ഇതിനിടയിൽ ഞാൻ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, എഗ്രിമെൻ്റൊക്കെ ടൈപ്പ് ചെയ്യുന്നതിന് കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങി റോഷനെ വിളിച്ചു, സ്ക്രിപ്റ്റ് എഴുതുന്ന ഗണേശ ഒലിക്കരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഗണേശ, മാരത്തോൺ ഓട്ടത്തിലായിരിക്കും നമ്മുടെ ഷൂട്ടിംഗ്, കാരണം 5 എപ്പിസോഡ് എടുത്തിട്ടുള്ളൂ. 6ാമത്തെ എപ്പിസോഡിൽ പോകാനുള്ളത് ചിലപ്പോൾ 3 ലൊക്കേഷനാണെങ്കിൽ നമ്മൾ ഒരു ദിവസം തന്നെ 3 ലൊക്കേഷൻ ഷൂട്ട് ചെയ്യേണ്ടി വരും. അല്ലാതെ ഒരു ലൊക്കേഷനിലേക്ക് 5 എപ്പിസോഡിനുള്ള സ്ഥലമെല്ലാം ഷൂട്ട് ചെയ്തിട്ട് അടുത്ത ലൊക്കേഷനിൽ പോകാൻ സമയമില്ല. അതുകൊണ്ട് നിർത്താതെ നോൺ സ്റ്റോപ്പായിട്ട് സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങിക്കോ. ഞാൻ ഇവിടുന്ന് വൈകുന്നേരം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ ഷൂട്ടിംഗ് തുടങ്ങും. ഇത് തന്നെ റോഷനോട് പറഞ്ഞു. റോഷൻ പറഞ്ഞ ഒരു പ്രശ്നമില്ല കേട്ടോ, എല്ലാ ആർട്ടിസ്റ്റുകളെയും വിളിച്ച് ഞാൻ സംസാരിക്കാം. അങ്ങനെ ചെക്കുമൊക്കെ വാങ്ങി ഞാനും പൗലോസും കൂടി വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ തിരുവനന്തപുരത്ത് ഇറങ്ങി. ആരെങ്കിലും പറഞ്ഞാൽ ഇപ്പോൾ സീരിയൽ ചെയ്യുന്നവർ വിശ്വസിക്കുമെന്ന് എനിക്കറിയണ്ട. കയ്യിൽ 5 എപ്പിസോഡുമായിട്ട് 5 ദിവസം കഴിഞ്ഞ് സംപ്രേഷണം തുടങ്ങുകയാണ്. ബുധനാഴ്ച വൈകുന്നേരം ഇവിടെ എത്തി. വ്യാഴാഴ്ച ഞങ്ങൾ ചർച്ചകളും കാര്യങ്ങളും ലൊക്കേഷൻ കാണലും ഒക്കെ ആയിട്ട് പോയി. വെള്ളിയാഴ്ച മുതൽ ഷൂട്ട് തുടങ്ങി. വെള്ളി മുതൽ 40 ദിവസം നിർത്താതെ ആ സീരിയൽ ഷൂട്ട് ചെയ്തു. നിർത്താതെ നോൺ സ്റ്റോപ്പായിട്ട് ഷൂട്ട് ചെയ്തു. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡ് പോയി, 2ാമത്തെ എപ്പിസോഡ് പോയി. ഈ ആൻഡമാനിലെ പാട്ട് നല്ല പാട്ടായിരുന്നു. ആ പാട്ടിന് നമ്മുടെ പൂച്ചൽ ഖാദറിന് സംസ്ഥാന അവാർഡ് കിട്ടിയ പാട്ടാണ്. ആ പാട്ടൊക്കെ ഇങ്ങനെ പോയി നല്ല ശ്രദ്ധേയമായി. ലെന അഭിനയിക്കുന്ന സീരിയലാണ്. ഈ ചെറുപ്പക്കാരായ നായകന്മാർ ഭയങ്കര രസമായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാണി സി കാപ്പനും മക്കളും കഷണ്ടിക്കാരന്മാരായ മക്കളും ഭയങ്കര രസമായി. പൊന്നമ്മ ബാബു കോമഡി ചെയ്തുകൊണ്ടിരുന്ന പൊന്നമ്മ ബാബു വളരെ സീരിയസായ ധനാഢ്യനായ കോടീശ്വരനായ ഒരാളുടെ ഭാര്യയായിട്ട് വളരെ സീരിയസായ വേഷം ചെയ്തത് ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല അമ്മ എന്നുള്ള ഇമേജ് അവർക്കുണ്ടായി.
ഭർത്താവില്ലെങ്കിലും മകന് വേണ്ടി ജീവിക്കുന്ന കലാരഞ്ജിനിയുടെ കഥാപാത്രം, അതും ഭയങ്കര രസമായി. കാരണം ശംഖുമുഖത്ത് അവരുടെ വീട് ഷൂട്ട് ചെയ്യുന്നിടത്ത് ഊഞ്ഞാലിൽ അവരിയ്ക്കുകയും അവരുടെ മടിയിൽ കിടന്ന് ഷാജിൻ ഉറങ്ങുന്ന സീനൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മകനും അമ്മയായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റൊക്കെ. ഞാനെടുത്ത ഒരു സീരിയലിലും അമ്മായിയമ്മ പോരൊന്നുമില്ലായിരുന്നു, ചില്ലുവിളക്കിലും ഇല്ല. അങ്ങനെ സീരിയൽ വിജയകരമായി മുമ്പോട്ട് പോകാൻ തുടങ്ങി. അപ്പോഴാണ് പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായിട്ട് തലപക്കം തുടങ്ങിയത്. ഈ സീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൗലോസിന് സാങ്ഷൻ കിട്ടുകയും, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്, രവി എന്ന് പറഞ്ഞ്, മാനന്തവാടിയിലെ ഒരു സഹകരണ ബാങ്കിൽ സ്വർണ്ണമാണോ എന്ന് ഉരച്ചു നോക്കുന്ന ഒരാളാണ് ഇങ്ങേർക്ക് കൂട്ടാളിയായിട്ടുള്ളത്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു. അല്ല, വീട് വാടക എടുത്തപ്പോൾ ഞാൻ കരുതി ഷൂട്ടിംഗ് പാർട്ടിക്കെല്ലാം കൂടെ താമസിക്കാനെടുത്ത വീടാണെന്നല്ല. അദ്ദേഹം അമ്പലമുക്കോ അതുപോലുള്ള ഏതോ ഒരു സ്ഥലത്ത് ചെന്നൊരു വീടെടുത്തു, അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് താമസിക്കാം. അദ്ദേഹം ഒരു മാരുതി വാൻ എടുത്തു, അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ. അതിനൊരു ഡ്രൈവറെ വെച്ചു. 2 ജോലിക്കാർ പെണ്ണുങ്ങൾ വീട്ടിൽ. അമ്മ മുറ്റമൊക്കെ അടിക്കാനും തൂക്കാനും തുടയ്ക്കാനും ഒക്കെ. മകള് ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കാൻ, ഇദ്ദേഹത്തിന് സമയാസമയങ്ങളിൽ ആഹാരം കൊടുക്കാൻ, ആപ്പിളൊക്കെ ചെത്തി പാത്രത്തിലിട്ട് മുതലാളിക്ക് കൊണ്ടുകൊടുക്കും. മുതലാളി വളരെ കാര്യമായിട്ട് സ്പൂണൊക്കെ ഇട്ട് കുത്തി തിന്ന്. അതായത് ഒരു ഗുഡ് നൈറ്റ് മോഹൻ്റെ അപ്പൂപ്പനായി മാറി ഈ പൈലറ്റോട് കൂടി. ഈ 5 എപ്പിസോഡിൻ്റെ സ്ക്രിപ്റ്റ് ഈ ചെക്ക് കിട്ടിയതോടുകൂടി പൗലോസ് ഭയങ്കര പോരെന്ന് പറഞ്ഞാൽ ഭയങ്കര പോര്. ഇതിനിടയിൽ സ്ക്രിപ്റ്റ് റൈറ്റർ ഗണേശൻ, റോഷൻ ചിറ്റൂരിനെ അടക്കമുള്ളവരുടെ ചെന്ന് കണ്ടിട്ട് ആ മാണി സി കാപ്പൻ്റെ വേഷം എനിക്ക് തരാൻ നിങ്ങളൊന്ന് ഡയറക്ടറോട് സംസാരിക്കണം. അവർ പറഞ്ഞു ഞങ്ങളെന്തിനാ സംസാരിക്കണം, ചേട്ടൻ നേരിട്ട് ചോദിച്ചോ. ഞാൻ ചോദിക്കില്ല, അങ്ങനെ എന്നെ ഗെറ്റൗട്ട് അടിക്കും എന്നൊക്കെ പറഞ്ഞ് ഇയാൾ മൊത്തത്തിൽ വഴിതെറ്റി. മാണി സി കാപ്പൻ ചെയ്യുന്ന ആ വേഷം ഇങ്ങനെ കൊടുത്ത് ആ സീരിയൽ കുളമായി പോകും. ഞാൻ ഇദ്ദേഹത്തിന് ഒരു ഡോക്ടറെ വേഷം കൊടുത്തു. അയ്യോ, അദ്ദേഹം അരി പറക്കിയത് ഞാൻ ഈ അഴകിയ രാവണൻ സിനിമ കാണുമ്പോഴൊക്കെ എനിക്ക് ഈ പൗലോസിനെ ഓർമ്മ വരും. കാരണം ഒരു ഡയലോഗ് തെറ്റാതെ പറയാനറിയില്ല. ഇദ്ദേഹം എത്രയോ കാലം സിനിമയിലും സീരിയലിലുമൊക്കെ നാടകത്തിലുമൊക്കെ കസറിയാളെന്നാണല്ലോ എൻ്റെ പറഞ്ഞത്. ഒരു സെൻറ്റൻസ് നേരെ പറയാൻ അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം പറയുന്നത് എന്നെ ക്യാമറയുടെ പുറകിൽ ഞാൻ നിൽക്കുന്ന കാണുമ്പോൾ പുള്ളിക്ക് പേടി, അതുകൊണ്ടാണ് മുട്ടടിക്കുന്നതെന്നാണ് പുള്ളി പറയുന്നത്. എന്തായാലും കുളമായി. നിർമ്മാതാവ് ലൊക്കേഷനിൽ വരുന്നതൊക്കെ തന്നെ ഒരു വലിയ പ്രൊഡ്യൂസർ വന്നിറങ്ങും പോലെ കാറിൽ വന്നിറങ്ങും. പഴയ ദിനേശ് ചേട്ടാ വിളിച്ച് സംസാരമൊന്നുമില്ല, ഭയങ്കര മസിൽ പിടിച്ച് ഓരോരുത്തരും വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുക, നടികളോടൊക്കെ ഇത്തിരി പഞ്ചാര വർത്താനം പറയുക, അതുപോലെ കാറിൽ കയറി പോവുക, ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഉറങ്ങുക, വൈകുന്നേരം വീണ്ടും ലൊക്കേഷനിലേക്ക് വേറെ ഡ്രസ്സ് ഇട്ട് ബെർമുഡയൊക്കെ ഇട്ട് ടീഷർട്ടൊക്കെ ഇട്ട് വരിക. മൊത്തത്തിലൊരു കോമഡിയനായി മാറും ലൊക്കേഷനിൽ. ഒരുപാട് പറയാൻ വേണമെങ്കിൽ പുള്ളിയെക്കുറിച്ച്. അത്രയും രസകരമായ തമാശകളാണ് പുള്ളി ഓരോ ദിവസവും ലൊക്കേഷനിൽ കാണിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഡോക്ടറുടെ വേഷമൊന്നും പുള്ളിക്ക് അങ്ങനെ ഒരു എന്താ പറയുക ആത്മാർത്ഥതയോട് ചെയ്യുന്നില്ല എന്ന് നമുക്ക് തോന്നും. കാരണം അദ്ദേഹം പറയുന്നത് അത് മാനസികമായി ഞാൻ മാണി സി കാപ്പൻ ചെയ്ത ഈ സീരിയലിലെ നായകന്മാരുടെ അച്ഛനായിട്ട് അഭിനയിക്കാനാണ് ഞാൻ മനസ്സുകൊണ്ട് പാകപ്പെട്ടിരുന്നത്, പക്ഷേ എനിക്കത് തന്നില്ല. പക്ഷേ എന്നോട് ചോദിക്കുന്നുമില്ല. ചോദിച്ചാലേ എനിക്ക് പറയാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് ഈ നോവൽ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതിൻ്റെ തിരക്കഥ എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഇത് പൈലറ്റ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഈ വേഷം തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് എനിക്ക് പറയാമായിരുന്നു. പക്ഷേ എന്നോട് ചോദിക്കുന്നില്ല. പക്ഷേ എല്ലാവരോടും പുള്ളി പരാതികൾ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ നടന്നു. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ദിവസം എന്നോട് മാണി സി കാപ്പൻ പറഞ്ഞു, ഇയാളുടെ മുമ്പ് വെച്ച്, ദിനേശേ, ഈ നിങ്ങളുടെ പ്രൊഡ്യൂസർ ഉണ്ടല്ലോ ഈ പൗലോസ്, ഇയാളൊരു കള്ളനാണ് കേട്ടോ. എങ്ങോട്ട് എന്താ സാർ അങ്ങനെ പറയണേ? വാക്കിന് സ്ഥിരതയില്ലാത്തൊരുത്തനാണ്. ഇയാൾ എൻ്റെ നിന്ന് കുറച്ച് കാശ് കടം വാങ്ങി. പറഞ്ഞ ദിവസങ്ങൾ എത്ര കഴിഞ്ഞെന്നറിയും. ഇയാൾക്ക് ഒരു തോന്നൽ കാണും ഞാനൊരു മണ്ടനാണെന്നല്ല. ഇയാളെ മാനന്തവാടി ചെന്ന് കുത്തിന് പിടിച്ച് നിർത്തി വാങ്ങിക്കാനുള്ള ആൾ എൻ്റെ ഉണ്ട്. ഞാൻ പറഞ്ഞു സാർ സോറി, സെറ്റിലിരുന്ന് ഇങ്ങനെ പറയണ്ട സാർ, ഞാനത് വാങ്ങിത്തരാം. ഈ മാണി സി കാപ്പൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് പൗലോസ് ചിരിച്ചുകൊണ്ടിരിക്കുക. അവർ എൻ്റെ അണ്ടികളെ ഞാനാനപ്പോലെ എൻ്റെ തൊലി ഉരിയാണ്. കാരണം ഞാൻ സംവിധാനം ചെയ്യുന്ന ഒരു സീരിയലിന് സുകുമാരൻ ഷാർജയെ പോലെ ഞാൻ പറഞ്ഞാൽ 50 ലക്ഷം 60 ലക്ഷം 70 ലക്ഷം മുടക്കാനുള്ള ഒരു പ്രൊഡ്യൂസർ എനിക്കുണ്ടായിട്ട് ഇയാൾ കാലെ പിടിച്ച് റിക്വസ്റ്റ് ചെയ്ത് ഞാൻ ഇയാളെ നിർമ്മാതാവാക്കിയിട്ട് ഇയാൾ കാണിക്കുന്ന വേലയെക്കുറിച്ചാണ് എനിക്ക് പുച്ഛം തോന്നിയത്.